ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചൂടായ ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കടുകുമാണ് എല്ലാം 1/4 ടീസ്പൂണോളം എടുത്തിട്ട് അതും കൂടെ നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുക. കടുകും ഉലുവയും ജീരകവും എല്ലാം മൂത്ത് വന്നാൽ നമ്മൾ ഇതിനകത്തോട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകണം. ഒരു 3 വറ്റൽമുളക് നമ്മൾ ഗ്യാസിൽ വെച്ച് ഒന്നങ്ങ് ചുട്ടെടുത്തതാണ്. ആ ചുട്ടെടുത്തിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ആ രസത്തിന്. അതുകൊണ്ടാണ് ഇതിൽ 4 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കണം. ഇതെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ തക്കാളിയും കൂടെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഇതങ്ങ് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. രസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ. നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നീട് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ സാധാ എരിവുള്ള മുളക് പൊടിയുടെ മിക്സ് ചെയ്തതാണ്. അതൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂണോളം കൂടുതൽ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. രസത്തിന് പ്രധാനമായിട്ട് കായപ്പൊടിയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചധികം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയോളം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് രസത്തിൻ്റെ ഹൈലൈറ്റായ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താലോ. അപ്പോൾ ഒരു നാരങ്ങ വലിപ്പമുള്ള പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ തന്നെ അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് നല്ലതുപോലെ അരിപ്പയിൽ വെച്ച് അരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇത്രയും വെള്ളത്തിനാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്, പക്ഷേ രസം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് വേണ്ടി വരും. എങ്കിലേ ആ പുളി ആ ഉപ്പും എല്ലാം ബാലൻസിങ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. രസത്തിന് കുറച്ചധികം ഉപ്പ് വേണ്ടി വരും. നമ്മുടെ രസത്തിന് നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പ്രധാന ഹൈലൈറ്റായ മല്ലിയിലയും കൂടി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് മല്ലിയില കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുമായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് രസം തയ്യാറാക്കിയാൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് രസമെന്ന് അറിയാം. എങ്കിലും ഞാൻ തയ്യാറാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെയാണോ രസം തയ്യാറാക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.